നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. പ്രപഞ്ചം ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്? പ്ലീസ് കിഡ്മി മദറീനോസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് നൽകുന്ന ഗൈഡൻസ് എന്താണ്? ഇന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഒരു സ്വഭാവം എന്താണ്? ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കിഡ്മി മദറീനോസ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കർമ്മഫലം നമ്മൾക്ക് അത് തിരികെ വരും എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു ന്യായവും പറയാനുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കർമ്മകൾ ഏറ്റവും നല്ലതായിരുന്നാൽ നമുക്ക് വരുന്ന പ്രതിഫലവും ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. പ്ലീസ് കിഡ്മി മദറീനോസ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, സാമ്പത്തിക അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഒരു സമ്പത്ത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, വിദേശ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് ഇന്നേ ദിവസം വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദറീനോസ്. നിങ്ങളിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ള ഒരു നെഗറ്റീവ് സ്വഭാവം എന്താണ്? ഓക്കെ, നമുക്ക് 6 ഓഫ് വാണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് വിജയം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുകയും പ്രപഞ്ചത്തോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്നേഹം കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിൽ നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കും അല്ലേ. എക്സാമ്പിളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെയല്ല. പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ യൂണിവേഴ്സിലേക്ക് അയച്ചിരിക്കുന്നതായിട്ടുള്ള ആ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നും യൂണിവേഴ്സിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയും വേണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇത് റിലേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജോലി സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒക്കെ നമ്മളുടെ കഴിവിൽ മാത്രമല്ല, ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾ അയച്ചിരിക്കുന്നതായിട്ടുള്ള ആ പോസിറ്റീവ് എനർജിയുടെ ഫലവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക.